ചായത്തിൽ ചാലിച്ച് ഒരുപാട് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവിടെ. ഒരു പഴയ പോലീസുകാരൻ്റെ വീടിന് മുകളിൽ കാക്കി അഴിച്ചതിന് ശേഷമാണ് LRB കുമാർ ചായത്തിൽ ഇത്രയധികം ചിത്രങ്ങൾ തീർത്തത്. ചെറുപ്പത്തിലെ കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ സിനിമയുടെ പോസ്റ്ററുകളൊക്കെ വരയ്ക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അതുപോലെ ഒന്ന് വരച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ടൊരു മാഷിനെ സമീപിച്ചു. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു, നിനക്ക് ജന്മനാ കഴിവില്ലല്ലോ, നീ സ്വയം വരച്ച് പഠിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വയം ഡ്രോയിങ് പെൻസിൽ വാങ്ങിച്ചിട്ട് അത് പെൻസിൽ ഡ്രോയിങ്ങിൽ ഓരോ ചിത്രങ്ങൾ വരച്ച് പഠിക്കാൻ തുടങ്ങി. പണ്ട് സിനിമാ പോസ്റ്റർ ആയിരുന്നു കൂടുതലും വരച്ചുകൊണ്ടിരുന്നത്, ഇന്നത്തെ പോലെ ഫ്ലക്സ് അല്ലായിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ രീതിയിൽ കൂടുതൽ പോസ്റ്ററുകൾ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1984 എനിക്ക് ജോലി കിട്ടി. ഞാൻ പോയി. ജോലി കിട്ടിയതിന് ശേഷം എനിക്കിത് തുടരാൻ സാധിച്ചില്ല. ജോലി തിരക്കും അതുകൊണ്ട് വിട്ടുപോയി. എങ്കിലും പിന്നീട് എനിക്ക് ട്രാൻസ്ഫറായി ഞാൻ വയനാട് ജില്ലയിൽ പോയപ്പോൾ അവിടെ താമസിക്കേണ്ടി വന്നപ്പം സമയത്താണ് എന്തുകൊണ്ട് എനിക്ക് ചിത്രങ്ങൾ ഇനി വരച്ചുകൂടാ. അങ്ങനെ ഞാൻ എൻ്റെ പഴയ മാസിക ചിത്രരമ മാതൃഭൂമിയുടെ ചിത്രഭൂമി, അങ്ങനെ പടയപ്പ സിനിമയുടെ ഒരു പോസ്റ്റർ അതിൽ വന്നിരുന്നു. ആ പോസ്റ്റർ ഞാൻ വരയ്ക്കുകയും അത് തുടർന്ന് നല്ല രീതിയിൽ വരച്ച് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അതിൽ നിന്ന് മനസ്സിലായി എനിക്ക് കൂടുതൽ കഴിവുകൾ ഉണ്ടെങ്കിൽ കഴിവുകൾ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, പരിശീലനം വേണം. അതുകൊണ്ട് ഓരോ മീഡിയത്തിലും ഞാൻ പിന്നീടും വരയ്ക്കാൻ തുടങ്ങി. അക്കാഡമിക് ലെവലിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു കുറവാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാനിതിൽ സംതൃപ്തനാണ്. ഇങ്ങനെ വരച്ച് എനിക്ക് തന്നെ ഒരു സന്തോഷമാണ്. എൻ്റെ ചിത്രങ്ങൾ വരച്ച് എനിക്കതിൽ തന്നെ ആത്മസംതൃപ്തി എനിക്ക് കിട്ടുന്നുണ്ട്. AB മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുലുണ്ട് നമുക്കും. ഗോകുൽ, അദ്ദേഹം അവസാനമായി പറഞ്ഞത് എനിക്ക് തന്നെ ഒരു സന്തോഷമാണ്. അതങ്ങനെയാണ്, നമ്മൾ ഒരു കല എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. നമുക്ക് ആ സംതൃപ്തി കിട്ടിയാലേ കാണുന്നവർക്കോ കേൾക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു കുറച്ചെങ്കിലും അനുഭവിക്കാനും കഴിയും. അപ്പോൾ എന്തായാലും കാക്കിക്കുള്ളിലെ ആ കലാഹൃദയം അല്ലേ, കുറച്ച് വൈകിയാണെങ്കിലും ദൂരം ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. ഞാൻ ആലോചിച്ചത് ഈ കുമാറിനെ പോലുള്ള നിരവധി പേരുണ്ടാവും. കാരണം ഈ ജോലി സമയത്ത് അല്ലെങ്കിൽ ജോലിയുടെ തിരക്ക് കൊണ്ട്, പ്രത്യേകിച്ചും പോലീസൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ തിരക്ക് കൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റാതെ തൻ്റെ ഇഷ്ടങ്ങളൊക്കെ പലപ്പോഴായി മാറ്റിവെച്ച് അവസാനം ഒടുവിൽ റിട്ടയർമെൻ്റ് ആകുമ്പോഴായിരിക്കും പല സർക്കാർ ഉദ്യോഗസ്ഥരും ഈ രീതിയിൽ തങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്ത് തുടങ്ങുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കുമാർ. അങ്ങനെ പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടൊന്നും ചിത്രം പഠിച്ചിട്ടില്ല, ചെയ്ത് പഠിച്ചതാണ്. സ്വയം ഇംപ്രവൈസ് ചെയ്ത് നല്ല ഒരു ചിത്രകാരനാവുക എന്നുള്ളതല്ലേ കുമാറിൻ്റെ ശ്രമം. അത് തന്നെയാണ്, നല്ല രീതിയിൽ വരയ്ക്കുക, പ്രധാനമായും പോർട്രേറ്റുകൾ വരയ്ക്കുക, വിവിധ ചിത്രങ്ങൾ, പലതരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. അങ്ങനെ അദ്ദേഹം പിന്നെയും വരയ്ക്കുകയാണ്. ഈ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഇത്രയധികം പടങ്ങൾ അദ്ദേഹം വരച്ചതും പലതരത്തിൽ പല സ്ഥലങ്ങളിൽ ചിത്ര പ്രദർശനമൊക്കെ നടത്തിയതും. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒരു അദ്ദേഹം വളരെ സന്തോഷവാനാണ് എന്നറിയുമ്പോഴാണ് ഈ റിട്ടയർമെൻറ്റ് കാലം ഇങ്ങനെ മനോഹരമാക്കാം എന്നുകൂടിയാണ് അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്നത്.